ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് ഇന്നലെ പണിമുടക്ക് ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണേ. അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ പണി മുടക്കിയാലും നമ്മൾ വീട്ടമ്മമാർക്ക് പണിക്ക് ഒരു മുടക്കവും വരാറില്ല അല്ലേ. അപ്പോൾ എന്നത്തെയും പോലെ അല്ല, ഇന്ന് കുറച്ച് താമസിച്ചാണ് എണീച്ചത്. ആർക്കും പോകണ്ടല്ലോ, മോൾക്കില്ല, ചേട്ടനും പോകണ്ട. അപ്പോൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴാണ് എണീച്ചത്. എണീച്ച ഉടനെ ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ഒരു ദിവസമേ പോക്കാണ്. എത്രയൊക്കെ ഇതെന്ന് പറഞ്ഞാലും ശരി തന്നെ രാവിലെ എണീച്ച് ഒരു ചായയോട് കൂടി തന്നെ ദിവസം എനിക്ക് തുടങ്ങണം. ഇല്ലെങ്കിൽ തലവേദന കാര്യങ്ങൾ അത് മസ്റ്റാണ്. പക്ഷേ എന്നും ഇട്ട് വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പഴങ്കഞ്ഞി വെള്ളം പോലെ ആക്കിയായിരിക്കും കുടിക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ആർക്കും പോകണ്ടാത്തത് കൊണ്ട് തന്നെ രാവിലെ എണീച്ച് അതിരുന്ന് ആസ്വദിച്ച് ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചതിന് ശേഷമാണ് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയത്. എനിക്കറിയാം രാവിലെ വെറും വയറ്റിൽ വെള്ളമാണ് കുടിക്കേണ്ടതെന്ന്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിലോട്ട് ഇതുവരെ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല, എനിക്ക് കഞ്ഞിവെള്ളം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ ഇന്ന് സഹോദരൻ ഇന്നലെ തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ചിക്കനൊക്കെ കഴിച്ചിട്ട്. ഇന്നപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ ഇന്നലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉള്ളതെല്ലാം ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഉള്ളതെല്ലാം തലേ ദിവസം രാത്രി ഞാൻ അരിഞ്ഞ് വയ്ക്കും കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്, മോനും കൂടെ ഉള്ളതല്ലേ. അപ്പോൾ രാവിലെ ഇന്ന് എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത്രയും ജോലി കുറവുണ്ട്. അതിനി കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു പരിപാടി ഒഴിവാക്കാറുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെയായാലും ഞാൻ അരിഞ്ഞ് പറക്കി വെച്ച് തേങ്ങയും തിരുമ്പി വെച്ചിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കാപ്പിക്ക് അപ്പവുമായിരുന്നേ. അപ്പവും ചമ്മന്തി പിന്നെ മുട്ട നമ്മൾ പുരട്ടി എടുക്കത്തില്ലേ, ആ ഒരു ഇതുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് അപ്പത്തിൻ്റെതെല്ലാം സോഡാപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഇതെല്ലാം കലക്കി മാറ്റി വയ്ക്കുവാണേ. അതിൻ്റെ പടിപ്പുരയിലാണ്. ഈ സഹോദരനെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനാണേ. എൻ്റെ മൂത്ത ചേട്ടനാണ്. ഞങ്ങൾ തമ്മിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ എന്നാലും ചേട്ടാന്ന് വിളിക്കാറില്ല സത്യത്തിൽ. ഞാൻ എപ്പോഴും അവനെന്നേ വിളിക്കാറുള്ളൂ. എപ്പോഴും എന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ചേട്ടാന്ന് വിളി വരില്ല. അഥവാ അങ്ങനെ വിളിച്ചു പോയാൽ തന്നെ എന്തോ ഒരകൽച്ച തോന്നും. അകൽച്ച പോലെയാണ് എനിക്കത് തോന്നുന്നത് ചേട്ടാന്ന് വിളിക്കുമ്പോൾ. ഞാൻ അറിയാതെ വിളിച്ചാൽ ഉടനെ തന്നെ തിരുത്തിയിടാന്നാക്കും. എപ്പോഴും എന്നെ എല്ലാവരും കളിയാക്കുന്നൊരു കാര്യം കൂടിയാണ്. എന്തോ അത് കുഞ്ഞിലേ തൊട്ട് ശീലിച്ച് പോയത് കൊണ്ടായിരിക്കാം ചേട്ടാന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. മുമ്പ് ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ പോലും വിളിക്കാറില്ല. എടാന്ന് തന്നെ കൂടുതലും അവൻ എടാ നീ എന്നൊക്കെ തന്നെ വിളിക്കുക. 1.5 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ തോരനുള്ളതെല്ലാം കടുവറുത്ത് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി അതിലുള്ള തേങ്ങയൊക്കെ തിരുമ്മി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും അപ്പത്തിന് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരച്ച് കലക്കുന്ന ചമ്മന്തി അല്ല കേട്ടോ, ഈ ഒരു ചമ്മന്തിയാണ്. നമ്മൾ തേങ്ങയും കൊച്ചുള്ളിയും ജീരകം വേണമെന്നുണ്ടെങ്കിൽ അതിടാം, ഞാൻ അതിടാറില്ല. മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ കടുവറുത്ത് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കടുവറുത്ത് ഇതിലെ വെള്ളം നന്നായിട്ട് തോർത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടെ അപ്പത്തിന് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പം നമുക്ക് 2 ദിവസം വരെയൊക്കെ സുഖമായിട്ട് വെളിയിലിരിക്കും. നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തോർത്ത് ഫ്രിഡ്ജിലൊന്നും വച്ചില്ലെങ്കിലും 2 ദിവസം ഞാൻ വച്ച് നോക്കിയിട്ടുള്ള അതിൽ കൂടുതൽ ഇരിക്കും എന്നാണ് തോന്നുന്നത്. 2 ദിവസം ഈസി ആയിട്ട് ഒന്നും കേടുപാട് വരാം. ഈ ചമ്മന്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ആ പരിപാടിയും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ എനിക്ക് അപ്പോഴപ്പോഴായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഒന്നിച്ച് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും വട്ടാവും. അതുകൊണ്ട് ഞാൻ കൈയോടെ തന്നെ ഓരോന്നും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ കൈയോടെ തന്നെ അങ്ങ് തുടച്ച് വാരിയിടും. എല്ലാം ക്ലീൻ ചെയ്ത് ആ പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വയ്ക്കാറാണ് കേട്ടോ. അപ്പോൾ അത് ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് അമ്മയൊക്കെ കയറിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള പാത്രങ്ങൾ ലോഡുമൊക്കെ അടുക്കളയിലുണ്ടാവും. എനിക്കെന്തോ അത് പറ്റത്തില്ല. ഞാൻ അപ്പോഴപ്പോഴായിട്ട് ഉള്ളതെടുക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും എന്നെ കഴുകും കേട്ടോ. പിന്നെയാണ് ഈ മുട്ടപ്പെരട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മൾ എണ്ണ ചൂടാക്കി അതിലോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് ഈ എണ്ണയിലോട്ടൊന്ന് പച്ചമണം മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത മുട്ട 4 സൈഡും വരിഞ്ഞ് ഇതിനകത്തോട്ട് ഉപ്പും കൂടെ വേണം കേട്ടോ. അതിട്ട് ഇതൊന്ന് പുരട്ടിയെടുത്താൽ മതി. ഇതാണ് മുട്ടപ്പുരട്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി മുട്ടപ്പുരട്ട് വേറെ വല്ലതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലല്ല, ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് ആണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ മുട്ടക്കറിക്ക് പകരം എന്നും മുട്ടക്കറിയായി എന്തിനു കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതും മാറ്റി വെച്ചതിന് ശേഷം ഉപ്പ ചുടുവാണ്. അപ്പോൾ മോന് ഞാൻ പല ഷേപ്പിലുള്ള വല്ല പൂവോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷേപ്പിൽ, അതിപ്പോൾ ദോശയായാലും എന്തെങ്കിലുമൊക്കെ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ ഷേപ്പിലൊക്കെയാണ് ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവനതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ളതാണ് ഈ അംഗമൊക്കെ നടത്തുന്നത്.
ഞങ്ങൾക്കുള്ളത് അല്ലാതെ സാധാരണ രീതിക്ക് ഉണ്ടാക്കി. അപ്പോഴത്തേക്കും എന്താ ആശാൻ എണീച്ച് വന്നിട്ടുണ്ട്. 8 മണി വരെയൊക്കെയാണ് ആളുടെ ഉറക്കം എന്ന് പറയുന്നത്. ഇന്ന് എണീച്ച് വന്നിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ. ആളുടെ പിറകേ തന്നെ നടക്കണം. കുരുത്തക്കേട് മാത്രമേ കയ്യിലുള്ളൂ. കണ്ണ് തെറ്റണമെങ്കിൽ കറണ്ടിക്കളി, ഇതൊക്കെയാണ് ആളുടെ മെയിൻ ഹോബി. അപ്പം രാവിലെ എണീച്ച് വന്നിട്ട് വലിയ ഒരു മൈൻഡൊന്നും ഇല്ല. ആൾ കൊച്ചു പിള്ളേരുള്ള വീട്ടിലറിയാം, ഉറങ്ങി എണീച്ച് വരുമ്പോൾ ഉള്ള അവസ്ഥയല്ലേ. ഇതൊക്കെയാണ് രാവിലെ എണീച്ച് വിരിച്ചിട്ടിരുന്ന ഷീറ്റിനെല്ലാം മടക്കിയിട്ട് പല്ല് തേക്കാനായിട്ട് വിളിച്ച് ആളിതാ ആകെപ്പാടെ രാവിലെ ഇടം തിരിഞ്ഞ് നിൽക്കുവാണേ. മൊത്തം കരച്ചിലും വിളിയും വല്ല വിധനയും ഒന്ന് കോംപ്രമൈസ് ആക്കി എങ്ങനെയൊക്കെ കൊണ്ട് ആഹാരം കഴിക്കാനായിട്ട് കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും തന്നെത്താനെ കഴിക്കാനായിട്ട് ഞാൻ കൊടുക്കും കേട്ടോ. ആദ്യം അവർ സ്വയം കഴിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ കഴിക്കാതെ വരുമ്പോൾ മാത്രമാണ് ഞാൻ വാരി കൊടുക്കുക. ഈ ഇറച്ചിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അമ്മയെ ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ അമ്മയ്ക്ക് രാവിലെ ഒട്ടും വയ്യ, കാല് വയ്യ. പിന്നെ അത് മാത്രമല്ല അമ്മൂമ്മയുടെ പിറകെയുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് പിന്നെ തീരെ വയ്യ കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടെ ഞാൻ തന്നെ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അമ്പാടിയെ ഗൗരിക്കുട്ടിയെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇറച്ചി വയ്ക്കാനുള്ള പണിപ്പുരയിലാണ്. എല്ലാം അരിഞ്ഞു പറക്കിയൊക്കെ വച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ജോലി എന്തായാലും കുറവുണ്ടല്ലോ. അപ്പോൾ ഗൗരിയാണ് ഇടയ്ക്ക് വന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തന്നത്. പലരും പല രീതിയിലാണല്ലേ ഈ ചിക്കൻ വയ്ക്കാറ്. ചിലർ ഉരുളക്കിഴങ്ങിട്ട് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, ചിലർ തക്കാളി ഇടാറുണ്ട്. അങ്ങനെ പലരും പല രീതിയിൽ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ നമ്മൾ കൂടുതലും ഇടുന്നത് കൊച്ചുള്ളിയാണ്, സവാളയെക്കാളും കൂടുതൽ കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ എടുക്കും. തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം ഇട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ഒഴിച്ച് അതിലോട്ട് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി അതിലെ വെള്ളം ഒന്ന് ഇറങ്ങിയതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ചിക്കൻ വയ്ക്കാറുള്ളത്. അപ്പോൾ ആ ജോലിയും കഴിഞ്ഞതിന് ശേഷം തുണികളുണ്ടായിരുന്നു. അപ്പം എത്ര കഴുകിയാലും തീരാത്ത ഒരു സാധനമാണല്ലേ ഇത്. എനിക്കറിയില്ല, തുണി കഴുകുന്നത് പോലെ ദേഷ്യം എനിക്ക് വേറെ ഒന്നുമില്ല. അതും കഴുകിയിട്ടതിന് ശേഷം ഞാനും ഗൗരിയും കൂടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ് ആ കൊണ്ടിട്ടിരുന്നത്. ഈ കാണുന്ന ഞങ്ങളെ വീടാണ് കേട്ടോ. ടെറസിൻ്റെ ഒരു സഹോദരൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ ഒരു നിന്ന് എടുത്തതാണ് ഇത് ഞങ്ങൾ. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ചേട്ടൻ കുവൈറ്റിലായിരുന്നു കേട്ടോ 10-11 വർഷം വരെ. ഇപ്പോഴാണ് ആൾ നാട്ടിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബ്ലാങ്കറ്റാണ് ഇത്. അപ്പം ഞാനും ചേട്ടനും മൂടാനും എടുക്കുന്നതാണിത്. അപ്പോൾ കുറേ നാളായി കഴുകിയിട്ട് ഞാനും ഗൗരിക്കുട്ടിയും കൂടെ അവിടെ ഇരുന്നു ഒക്കെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ കഴുകി കൊണ്ടിട്ട് കേട്ടോ. പിന്നെ തുണിയൊക്കെ എടുത്തിട്ടാണ് പോയത്. അവിടെ നിന്ന് കുളിച്ചിട്ട് വരാമല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുളിയും കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.